യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക ചികിത്സാ രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം. മിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ. 2 വർഷങ്ങളിലേറെയായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിച്ചു. ചോക്കാട് ആനക്കല്ല് നാരായണൻ വളവിലെ സ്വകാര്യ വ്യക്തിയുടെ മതിലും ചോക്കാടങ്ങാടിയിലെ പള്ളിയുടെ മതിലും പൊളിച്ചു. മലയോര ഹൈവേയിൽ ചോക്കാടങ്ങാടിയിലും ആനക്കല്ല് നാരായണൻ വളവിലും റോഡ് പ്രവൃത്തി തുടങ്ങി. മലയോര ഹൈവേ നിർമ്മാണത്തിന് സ്വകാര്യ വ്യക്തിയുടെ മതിൽ തടസ്സമായതിനാൽ 2 വർഷത്തോളമായി റോഡ് പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു. പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നുവെങ്കിലും പ്രശ്നം പരിഹരിച്ചിരുന്നില്ല. ഒടുവിൽ തൊട്ടടുത്ത ക്രിസ്ത്യൻ പള്ളി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിലാണ് തീരുമാനമായത്. ഇതനുസരിച്ച് നിലവിലെ മതിൽ പൊളിച്ച് റോഡിന്റെ അതിർത്തി കഴിഞ്ഞ് പുതിയ മതിൽ കെട്ടിക്കൊടുക്കാനും തീരുമാനമായി. ഇതോടെ ആനക്കല്ല് കൊടുംവളവിന് പരിഹാരമാകും. ചോക്കാടങ്ങാടിയിലെ തർക്കങ്ങളും തീർന്നതിനാൽ അങ്ങാടിയിലും നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട്. നിർമ്മാണത്തിന്റെ ഭാഗമായി അങ്ങാടിയിലെ പള്ളിയുടെ മതിലും പൊളിച്ചുമാറ്റി. അങ്ങാടിയിൽ ഓട്ടോ സ്റ്റാൻഡിനടുത്ത് നിലനിന്നിരുന്ന തർക്കവും പരിഹരിക്കപ്പെട്ടതായി നാട്ടുകാർ പറഞ്ഞു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ചോക്കാട് അങ്ങാടിയിലും നിർമ്മാണം ഉടൻ തുടങ്ങും. ചോക്കാട് പഞ്ചായത്തിൽ മലയോര ഹൈവേയുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 2 വർഷത്തോളമായി. അത് ഒരു പ്രതിസന്ധിയിൽ നിന്ന സ്ഥലമാണ് ഇപ്പോൾ ഈ നാരായണൻ വളവില് വളവില് ഈ മതില്. അതിപ്പോ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ധാരണയായി. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ മതില് പൊളിച്ചുകൊണ്ട് ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ചോക്കാട് ഏകദേശം 1-2 സ്ഥലത്ത് മാത്രമാണ് ചെറിയ പ്രശ്നങ്ങളുള്ളത്. അതുകൂടി തീർന്നാൽ ഈ മലയോര ഹൈവേയുടെ പ്രവർത്തനം ചോക്കാട് പൂർത്തീകരിക്കാനാവും. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.